യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്കായി അവസാനഘട്ട ഇടപെടലുമായി എംപിമാർ. ഇടപെടൽ ആവശ്യപ്പെട്ട് കെ രാധാകൃഷ്ണൻ എംപിയും ജോൺ ബ്രിട്ടാസ് എംപിയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ഇരുവരും വിദേശകാര്യമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുകയാണ്. ശരത് ലാൽ, എന്തൊക്കെയാണ് ഈ കത്തിൽ പറയുന്നത്? അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ദയാധനം സ്വരൂപിക്കാനുള്ള സമയം നീട്ടി വാങ്ങിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഈ കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടാൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുന്ന ഒരു വിശ്വാസവും കത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും എംപിമാർ ഈ നിമിഷപ്രിയ ഇനി 7 ദിവസം മാത്രമേ ഉള്ളൂ. നമുക്ക് സാമുവൽ ജെറോം വ്യക്തമാക്കിയ, അതായത് MLA മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവൽ ജെറോം വ്യക്തമാക്കിയ വിവരം അനുസരിച്ചിട്ട് ഇനി 7 ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ശിക്ഷ നടപ്പാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും അടിയന്തരമായിട്ട് ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് എംപിമാർ പ്രധാനമന്ത്രിയെ തന്നെ സമീപിച്ചിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി ജയശങ്കറിനെയും ജോൺ ബ്രിട്ടാസ് എംപി കത്തെഴുതിയിട്ടുണ്ട്. കാരണം വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അംഗമാണ് ജോൺ ബ്രിട്ടാസ്. അതുകൊണ്ട് തന്നെ വിദേശകാര്യ മന്ത്രി അല്ലെ വിദേശകാര്യ വിഷയത്തിൽ അദ്ദേഹത്തിന് ഇടപെടാൻ എളുപ്പമാണ്. പ്രധാനമന്ത്രി ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ എംപിമാർക്ക് നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ട് ഇക്കാര്യം ധരിപ്പിക്കാനും കഴിയാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ജയശങ്കറിന് ഇത് സംബന്ധിച്ച കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാർ ഈ കത്തിന്മേൽ എന്ത് നടപടിയെടുക്കുമെന്നതാണ് നമുക്കിപ്പോൾ കാത്തിരിക്കേണ്ടത്. ഏതായാലും നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒരു അവസാന ശ്രമം കൂടി നടത്താനുള്ള ശ്രമത്തിലാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാരായ ജോൺ ബ്രിട്ടാസും കെ രാധാകൃഷ്ണനും. പോത്തൻ. ശരി, താങ്ക് യു. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്. അവസാനവട്ട ശ്രമത്തിലാണ്. ജൂലൈ 16 വധശിക്ഷ നിമിഷപ്രിയയുടെ നടപ്പാക്കും എന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.